ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാമായണ പാരായണം നടത്തുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് അധികം താമസിക്കാൻ വില കേൾക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൻ അമർത്തി അതിൽ ഓൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ തുടർന്നിടുന്ന വിജ്ഞാനപരമായ കാര്യങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ലൈക്ക് നമുക്കൊരു സപ്പോർട്ടാണ് വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അധികം താമസിക്കല്ല, വീഡിയോ കാണാം. കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെ സവിശേഷം നിറഞ്ഞ ഒരു മാസം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്ന് തന്നെയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. ആരോഗ്യപരമായും ധനപരമായും ഒക്കെ ക്ലേശങ്ങൾ വന്നുകൂടുന്ന മാസമാണ് കർക്കിടക മാസം. പഞ്ഞമാസം എന്നൊരു പേരും കർക്കിടകത്തിനുണ്ട്. കള്ളക്കടക്കളും എന്നൊക്കെയുണ്ട്. ഐശ്വര്യവും കീർത്തിയൊക്കെ ഭവനത്തിൽ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഭവനത്തിൽ രാമായണ പാരായണം നടക്കും. ചിട്ടയായ രാമായണ പാരായണത്തിലൂടെ നമുക്ക് ഈശ്വരാധീനമൊക്കെ വർദ്ധിക്കുകയും ഐശ്വര്യങ്ങൾ വന്നു നിറയുകയും ചെയ്യും. പാവങ്ങൾ അകലുവാനും രാമായണ പാരായണം നമ്മളാണ്. ധാർമ്മിക മൂല്യങ്ങൾ മുറുക്കി പിടിക്കുന്ന സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമന്റെയും ഭരതന്റെയും ഒക്കെ രാമായണം കഥയിലൂടെ ധർമ്മ സംരക്ഷണത്തിന്റെ കുറിച്ചുള്ള സന്ദേശമാണ് രാമായണം നൽകുന്നത്. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം വാൽമീകി മഹർഷി 20,000 ശ്ലോകങ്ങൾ അടങ്ങി ശ്രീരാമന്റെ ചരിതമായ രാമായണം ചോദിച്ചു. ബാലകാന്ഡം, അയോധ്യകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെ 7 കാണ്ഡങ്ങളായിട്ടാണ് രാമായണം രചിച്ചിരിക്കുന്നത്. രാമായണ പാരായണം എന്ന് പറയുന്നത് ഭക്തിയുടെയും യുക്തിയുടെയും വിഭക്തിയുടെയും ഒക്കെ സംക്ഷിപ്തമായ പാരായണമാണ്. ചില കാര്യങ്ങൾ നേരിൽ പറയുമ്പോൾ ചിലവ ഹൃദയങ്ങളിലൂടെ ഗോപ്യമായി പറയും. രാമായണ പാരായണത്തിലൂടെ മനുഷ്യത്തെയും ജന്മദോഷങ്ങളൊക്കെ അതേപോലെ തന്നെ രാമായണം വായിക്കുമ്പോൾ ശുദ്ധമായി രാമായണം വായിക്കും. രാവിലെ കുളിച്ച് ആണ് രാമായണം വായിക്കുക എന്ന് പറയുക. അപ്പം ചില ആളുകൾ എന്താണ് മുതിർന്നവരുണ്ടാവാം, അവരൊക്കെ രാവിലെ കുളിക്കാൻ വലിയ ജലദോഷമാണ് എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം? കുളിക്കണമെന്ന് നിർബന്ധമില്ല. കൈയും കാലും മുഖവും ഒക്കെ കരി വൃത്തിയായി വൃത്തിയായി രാമായണ പാരായണം നടത്താവുന്നതാണ് കേട്ടോ. അതിനുപരി നമ്മൾ രാമായണ പാരായണത്തിലൂടെ മനുഷ്യത്തി വരുത്തും എന്ന് പറയും. ശുദ്ധമായ മനസ്സോടെ വേണം രാമായണം വായിക്കുവാൻ. മനസ്സിൽ മറ്റുള്ളവരുടെ കുറ്റവും മറ്റുള്ളവരുടെ മോൾ കുശുവും പിന്നെ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് രാമായണം പാരായണം ചെയ്യാൻ പാടുള്ളതാണ്. ശുദ്ധമായ മനസ്സോടെ വേണം രാമായണം വായിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യും. അതേപോലെ തന്നെ ഒരു നേരിട്ട് വിലക്കെത്തിച്ച് ആദ്യമേ തന്നെ രാമായണം പാരായണം അല്ല നടത്തുന്നത്. രാമന്റെ ശ്ലോകങ്ങള് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതയുടെ ധ്യാനത്തിനൊക്കെ ശേഷമാണ് രാമായണം പാരായണം ചെയ്യുന്നത്. അതേപോലെ തന്നെ രാമായണ പാരായണം ചെയ്യുമ്പോൾ വെറും തറയിരിക്കാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ പുൽപ്പായിലൊക്കെ ഇരിക്കുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ള കാര്യം. ഈ പുൽപ്പാ കിട്ടാനില്ലെങ്കിൽ വെറും ഭാഷയ്ക്ക് ഒരു പായം ഉണ്ടാവും. അതല്ലെങ്കിൽ തുണി ആയാലും 2-3 മടക്ക് വെച്ച് എന്ത് ചെയ്യാം? ഇരിക്കുക. വെറും തറയിരിക്കാൻ പാടില്ല. കാരണം രാമായണ പാരായണം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരും അല്ലെ? ആ എനർജി വെറും തറയിരിക്കും എന്ത് ചെയ്യും? അത് ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന എനർജി നമ്മളിൽ തന്നെ സ്റ്റോർ ആവാൻ നമ്മുടെ ഒരു ഓറ വർദ്ധിക്കാനൊക്കെ വെറും തറയിരിക്കാൻ പാടുള്ളതാണ്. അതേപോലെ തന്നെ രാമായണം പാരായണം ചെയ്യുമ്പോൾ ഒരു പുഷ്പമെങ്കിലും സമർപ്പിച്ച് വേണം രാമായണ പാരായണം നടത്തുക എന്ന് പറഞ്ഞു. രാമായണം എല്ലായ്പ്പോഴും ജപിക്കാവുന്നതാണ്, എല്ലാ മാസങ്ങളിലും ജപിക്കാവുന്നതാണ്. എന്നാൽ കർക്കിടക മാസത്തിൽ മാത്രമേ രാമായണം സന്ധ്യയ്ക്കും ജപിക്കാൻ സാധിക്കൂ കേട്ടോ. എന്തിനൊക്കെ നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ട് പറയാൻ വീഡിയോസ് രാമായണത്തിന്റെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താരം കമന്റ് ചെയ്യാം. നമ്മൾ വരുന്ന ദിവസവും ഷോർട്സ് വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഈ വീഡിയോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് എത്തുക. ഇപ്പോഴത്തെ തലമുറയിലേക്ക് എന്ത് ചെയ്യുക? ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന തലമുറകൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ അറിഞ്ഞിരിക്കുകയും അവരത് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ആ ഒരു ഐശ്വര്യം അവരുടെ തലമുറയ്ക്കൊക്കെ ലഭിക്കുകയുള്ളൂ അല്ലെ? നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മുടെ തലമുറയ്ക്കൊക്കെ ലഭിക്കുന്നുണ്ട്.
അപ്പം ഇതും ഈ പുണ്യ കാര്യങ്ങളിൽ പുണ്യത്തിലൊക്കെ ഈ പുണ്യമായ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുമ്പോൾ അവരിലേക്കും ഒരു ചൈതന്യം ലഭിക്കുകയും അവരുടെ ആ തലമുറകൾക്ക് എന്താണ് അതുപോലെ തന്നെ വലിയ രാമായണമൊക്കെ വായിക്കുമ്പോൾ ഇവരെയും കൂടി ഒന്ന് അടുത്ത് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി അടുത്ത് നിർത്തി രാമായണം പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? ഇതൊക്കെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യും. അത് മാത്രമല്ല, രാമായണ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യപരമായ മുന്നോട്ട് പോകുന്നു ഇല്ല എങ്കിൽ, ജലദോഷം പനിയൊന്നും ഇല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്യുമ്പോൾ കുളിച്ച് ശുദ്ധിയായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അവരെ ഇതേപോലെ തന്നെ ശീലിപ്പിക്കുക. കാരണം നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ കുട്ടി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇങ്ങനെ വളരെ ശുദ്ധമായ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരും അത് അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവരും ആ ഒരു നല്ല മനസ്സിലുടനെ സംശുദ്ധി വരുത്താനും ഒരു പോസിറ്റീവ് എനർജി വരുത്താനൊക്കെ നമുക്കറിയാം. ശബ്ദത്തിനും നമ്പേഴ്സിനും എല്ലാം വൈബ്രേഷൻസ് ഉണ്ടല്ലേ? ഇതൊക്കെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്ലോകങ്ങളും ഈ ഒക്കെ ജപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഒരു ഓറ ക്രിയേറ്റ് ആയി നമുക്ക് ആ ഓറ ശക്തിപ്പെടും. ഓക്കെ, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ദീർഘവിഷയത്തിൽ ചെയ്യാൻ സാധിക്കുകയും നമ്മുടെ ഏത് മേഖലയായാലും ശ്രമിക്കാൻ സാധിക്കും. ഇപ്പൊ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെയ്യാത്തത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുഹൃത്തുക്കൾ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കർക്കിടക മാസത്തെ ക്ഷേത്രത്തിൽ നടത്തുന്ന പൂജയിലും വഴിപാടുകളുടെ പേര് പേര് ചെയ്യുക കേട്ടോ.